അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. നമസ്കാരം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി KP അനിൽകുമാർ എടുത്തോളാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി KP അനിൽകുമാർ ക്ഷണിച്ചു. അസത്തോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോമാ അമൃതം ഗമയ. സ്വാഗതം. വൈശാഖ. ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നത് ശിവസേനയുടെ സാമ്പത്തികകാര്യ സമിതി ചെയർമാൻ ശ്രീമാൻ കൂട്ടുകാർ ഷൈജേട്ടനാണ്. ഷൈജേട്ടന് ശിവസേന കഴക്കൂട്ടം മണ്ഡലം ഗവൺമെൻറ് കമ്മിറ്റിയുടെ പേരിലും എൻ്റെ പേരിലും ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. അടുത്തായി സ്വാഗതം ആശംസിക്കുന്നത് ശിവസേനയുടെ തിരുവനന്തപുരം ജില്ലാ കൺവീനർ മാനനീയ വിജയേന്ദ്രകുമാർ ചേട്ടനാണ്. ചേട്ടന് ശിവസേന കഴക്കൂട്ടം മണ്ഡലം കമ്മിറ്റിയുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തായി സ്വാഗതം ആശംസിക്കുന്നത് ഗിരിരാജ്, ഗണേശോത്സവ ട്രസ്റ്റ് ചെയർമാൻ.
ഗിരിരാജേട്ടൻ, എൻ്റെ പേരിലും ശിവസേനയുടെ കഴക്കൂട്ടം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പേരിലും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം സ്വാഗതം ചെയ്യുന്നത് യുവസേനയുടെ തിരുവനന്തപുരം ജില്ലാ ഓർഗനൈസർ ചന്ദ്രുവാണ്. ചന്ദ്രുവിന് എൻ്റെ പേരിലും ശിവസേന കഴക്കൂട്ടം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പേരിലും ഞാൻ ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. അടുത്തായി സ്വാഗതം ആശംസിക്കുന്നത് വർക്കല മണ്ഡലം പ്രസിഡന്റ് അജിത് സിംഗിനാണ്. അജിത് സിംഗിന് എൻ്റെ പേരിലും കഴക്കൂട്ടം മണ്ഡലം കമ്മിറ്റിയുടെ പേരിലും ഞാൻ ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. അടുത്തായി സ്വാഗതം ആശംസിക്കുന്നത് ശിവസേനയുടെ കാരുണ്യയുടെ സംസ്ഥാന ഉത്തരവാദിത്വം വഹിക്കുന്ന രാമസുബ്രഹ്മണ്യൻ ചേട്ടനാണ്. രാമസുബ്രഹ്മണ്യൻ ചേട്ടന് എൻ്റെ പേരിലും ശിവസേന കഴക്കൂട്ടം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നത് സാജേഷ് കുമാറിനാണ്. സാജേഷ് കുമാറിന് എൻ്റെ പേരിലും കഴക്കൂട്ടം മണ്ഡലം കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നത് പ്രമോദാണ്. പ്രമോദ് നെടുമങ്ങാട് മണ്ഡലം പ്രസിഡന്റാണ് ശിവസേനയുടെ. പ്രമോദിന് എൻ്റെ പേരിലും ശിവസേനയുടെ കഴക്കൂട്ടം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തായി സ്വാഗതം ചെയ്യുന്നത് പ്രസന്നൻ താന്നിമൂടാണ്. മീഡിയ സ്റ്റേറ്റ് കൺവീനറാണ് പുള്ളി. പ്രസന്നൻ ചേട്ടന് എൻ്റെ പേരിലും ശിവസേനയുടെ കഴക്കൂട്ടം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. അടുത്തായി സ്വാഗതം ആശംസിക്കുന്നത് ഹരീഷനാണ്. ശിവസേനയുടെ കഴക്കൂട്ടം മണ്ഡലം ജനറൽ കൺവീനറാണ്. ജനറൽ കൺവീനറിന് എൻ്റെ പേരിലും ശിവസേനയുടെ കഴക്കൂട്ടം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തായി പ്രസന്ന കുമാറാണ്. പ്രസന്ന കുമാറിന് ശിവസേനയുടെ ആറ്റിങ്ങൽ മണ്ഡലം സെക്രട്ടറിയാണ്. മണ്ഡലം സെക്രട്ടറിക്ക് എൻ്റെ പേരിലും ശിവസേനയുടെ കഴക്കൂട്ടം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തായി സ്വാഗതം ആശംസിക്കുന്നത് ശിവസേനയുടെ ആറ്റിങ്ങൽ മണ്ഡലം പ്രസിഡന്റാണ് KP അനിൽകുമാർ. അനിൽകുമാറിന് എൻ്റെ പേരിലും ശിവസേനയുടെ കഴക്കൂട്ടം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. അടുത്തായി സ്വാഗതം ആശംസിക്കുന്നത് ഈ പ്രോഗ്രാമിൽ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ശിവസേനയുടെ പ്രവർത്തകർക്കും മണ്ഡലം, ജില്ലാ, യൂണിറ്റ് ഭാരവാഹികൾക്കും ശിവസൈനികർക്കും എൻ്റെ പേരിലും ശിവസേനയുടെ കഴക്കൂട്ടം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തായി സ്വാഗതം ആശംസിക്കുന്നത് ശിവസേനയുടെ തിരുവനന്തപുരം ജില്ലാ ഓർഗനൈസറാണ് ആറാലുമൂട് ജിനു. ചേട്ടന് എൻ്റെ പേരിലും ശിവസേനയുടെ കഴക്കൂട്ടം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. മുഖ്യപ്രഭാഷകനായി വീരേന്ദ്രകുമാർ ജില്ലാ കൺവീനറെ ക്ഷണിച്ചുകൊള്ളു.
അടുത്തായി സ്വാഗതം ആശംസിക്കുന്നത് ഐരൂപ്പാറ സിബിക്ക് എൻ്റെ പേരിലും ശിവസേനയുടെ കഴക്കൂട്ടം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ ഞാൻ ഹർദമായി സ്വാഗതം ആശംസിക്കുന്നു. ഉദ്ഘാടന പ്രസിഡന്റിനായി കോട്ട് ഗേൾസ് സായി ക്ഷണിക്കുന്നു. ചേട്ടൻ നിലവിളക്ക് കത്തിച്ച് ഉദ്ഘാടനം കഴിഞ്ഞു. അടുത്തതായി മുഖ്യപ്രഭാഷണം വീരേന്ദ്രകുമാർ, ജില്ലാ കൺവീനർ. ശ്രീത്വം തുളുമ്പുന്ന ഈ സമ്മേളന ഹാളിലെ വേദിയിലും സദസ്സിലും അലങ്കാരമായി വിരാജിക്കുന്ന എൻ്റെ ചങ്കിൻ്റെ ചങ്കിലെ സ്നേഹപ്പൂക്കളെ, ബാൽ താക്കറേജിയുടെ മക്കളെ, നമുക്കിന്നിവിടെ മണ്ഡല സമ്മേളനത്തിന് ആളെണ്ണം വളരെ കുറഞ്ഞുപോയി. അതിനൊരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഉമേഷ്, അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ വളരെ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥ വന്നു. അപ്പോൾ ഉമേഷിനും അംഗങ്ങൾക്കും പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ മറ്റു പല കാരണങ്ങളും എനിക്ക് തോന്നുന്നു തൊഴിലുറപ്പ് പദ്ധതിയുടെയൊക്കെ സംസ്ഥാന തലത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. വീടുകളിലൊന്നും വനിതകളൊന്നും കാണത്തില്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പം അതൊക്കെ കൊണ്ട് പല ബുദ്ധിമുട്ടുകളുണ്ടാവണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കറിയാം 1966 അലറുന്ന കടുവയെ കുങ്കുമത്തിന്റെ കാവി പതാകയിൽ ആലേഖനം ചെയ്ത് 1966 ജൂൺ 19 ബാൽ താക്കറേജി രൂപീകരിച്ച ശിവാജി മഹാരാജന്റെ സേന, ആ സേന അതിശക്തമായി മുന്നോട്ട് പോയി. ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റത്തക്ക രീതിയിൽ ഇന്നും സാമ്പത്തിക കെട്ടുറപ്പോടുകൂടി മഹാരാഷ്ട്ര നിലകൊള്ളുന്നെങ്കിൽ അതിന് കാരണം ശിവസേനയും താക്കറേജിയുമാണെന്ന് ഞാൻ പറയും. വിഭജനം ഗുജറാത്തായും മഹാരാഷ്ട്രയായും ബോംബെ സംസ്ഥാനത്തെ വിഭജിച്ചതിന്, വിഭജനത്തിന് വേണ്ടി ഒരു ലേഖനം എഴുതിയതിന്, രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചാർത്തി അധികാരികൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ അത് എഴുതിയ ലേഖകൻ നാട് വിട്ടപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഞാനാണ് അതിന് ഉത്തരവാദിയെന്ന് ഇടനെഞ്ചുയർത്തി പറഞ്ഞ ബാൽ താക്കറേജി അന്ന് മഹാരാഷ്ട്ര വ്യാഘ്രം എന്ന് തന്നെ പേര് സമ്പാദിച്ചെടുക്കുകയും മഹാരാഷ്ട്രയിലെ ആരാണ് യഥാർത്ഥ നേതാവ് എന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം പാർട്ടി രൂപവത്കരണത്തിന് അദ്ദേഹം തിരഞ്ഞെടുത്തത് നമ്മുടെ ഈ കഴക്കൂട്ടത്തെ പോലെ തന്നെ യഥാവിധി താഴെത്തട്ടിൽ കമ്മിറ്റികളൊന്നും തന്നെ ഇല്ല, രൂപീകരണ യോഗമാണ്. അദ്ദേഹം തിരഞ്ഞെടുത്ത മൈതാനം 4 ലക്ഷത്തിലധികം ജനം അണിനിരക്കുന്ന ഒരു വലിയ മൈതാനമായിരുന്നു അദ്ദേഹം ശിവസേനയുടെ രൂപീകരണത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. പലരും നെറ്റി വിളിച്ചു. പക്ഷേ ഈ രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തത് ആ മൈതാനത്തിനും കൊള്ളുന്നതിനും പുറത്തായിരുന്നു. 4 ലക്ഷത്തിന് പുറത്ത് ആൾക്കാരാണ് ആ രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തത്. ആ രൂപീകരണ യോഗത്തിൽ താക്കറേജി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കിന്നും പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞു, അന്നാണ്, ആ കാലത്താണ്, 66-ലാണ് ശിവസൈനികരെല്ലാം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടണം. അന്ന് കമ്പ്യൂട്ടർ ഇല്ല, ടൈപ്പ് റൈറ്റിംഗ് പഠിക്കണം, ചെറുകിട വ്യവസായങ്ങൾ ചെയ്യണം. അതിനൊക്കെ പാർട്ടി അതിന് വേണ്ടുന്ന
ശക്തി പ്രദാനം ചെയ്യും. ധനപരമായിട്ടും വ്യവസായ സ്ഥാപനങ്ങളൊക്കെ സംഘടിപ്പിക്കാനും മാതൃകാപരമായി വ്യവസായം ചെയ്യാനും വ്യവസായം കൊണ്ട് അഭിവൃദ്ധി നേടാനും ഉള്ള എല്ലാ കാര്യങ്ങളും പാർട്ടി ചെയ്യുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഒപ്പം മഹാരാഷ്ട്രീയർക്ക് തൊഴിൽ പ്രദാനം ചെയ്യുവാൻ അവരുടെ സ്ഥാപനങ്ങളിലെങ്കിലും തദ്ദേശീയരെ നിയമിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ പറഞ്ഞു, വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടാൻ പറഞ്ഞു, സംഘടന കൊണ്ട് ശക്തിപ്പെടാനും പറഞ്ഞു. അന്ന് ആ യോഗത്തിൽ ആ മഹാരാഷ്ട്ര വ്യാഘ്രത്തിന്റെ ഗർജനം അതുണ്ടാക്കിയ ഇമ്പാക്ട് മാത്രം ശ്രദ്ധിച്ചാൽ അറിയാം. അദ്ദേഹത്തിന്റെ കൽപ്പനകൾ നിയമമായി മാറുന്ന സംഘടനാ പ്രവർത്തകരുടെ സ്വഭാവം പോലും നേതാവ് പറയുന്നതിനനുസരിച്ച് മാറുന്നു എന്നുള്ളതിന്റെ ഉദാഹരണം ആ യോഗമാണ്. ഉടുപ്പി ഹോട്ടലിനെതിരെ അദ്ദേഹം പ്രസംഗിച്ചു. നമുക്കറിയാം കേരളത്തിൽ പോലും ജാതി വ്യവസ്ഥ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. തമിഴ് ബ്രാഹ്മണന്മാർ നയിച്ചുകൊണ്ടിരുന്ന ഉടുപ്പി ഹോട്ടലുകൾ മഹാരാഷ്ട്രയ്ക്ക് ഭീഷണിയാണെന്ന് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിന്റെ ഫലമെന്ന് പറയുന്നത് ഈ യോഗം പിരിഞ്ഞുപോയ ജനക്കൂട്ടം ശിവസൈനികർ മഹാരാഷ്ട്രയിലുടനീളം വരുന്ന ഉടുപ്പി ഹോട്ടലുകൾ ഒറ്റ ദിവസം കൂടെ തുടച്ചു നീക്കി അടിച്ചു തകർത്തുവെന്ന് നമുക്ക് സാധാരണ വാക്കിൽ പറയാം. അവിടെ നിന്ന് തുടങ്ങി ആ മഹാരാഷ്ട്ര വ്യാഘ്രത്തിന്റെ വാക്കുകൾ കൽപ്പനകളായി ഇന്ത്യ മുഴുവൻ മുഴങ്ങി. ഞാൻ മഹാരാഷ്ട്ര എന്ന് പറയുന്നില്ല, അദ്ദേഹത്തിന്റെ ഒരു വാക്ക് പറഞ്ഞാൽ അതാണ് നിയമം രാജ്യത്തെ. അങ്ങനെയായി മാറി. അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ ഒരു പ്രസ്ഥാനത്തിന്റെ നേരവകാശികളായിട്ടാണ് നാം ഓരോരുത്തരും ഈ ശിവസേനയിൽ അണിചേർന്നിരിക്കുന്നത്. ഇന്നിവിടെ നമ്മുടെ ആള് കുറഞ്ഞതൊന്നും ഒരു കാരണവശാലും നമ്മുടെ ആരുടെയും മനസ്സിൽ വെക്കേണ്ട ആവശ്യമില്ല. എണ്ണത്തിലല്ല കാര്യം, വണ്ണത്തിലാണ്. ഇപ്പൊ നമ്മുടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സിബി സാർ, സിബി അദ്ദേഹം നമ്മുടെ ഒരു വ്യവസായ സ്ഥാപനം ആറ്റിങ്ങളുണ്ടായിരുന്നു. അതിന് ആദ്യം ലോണായിട്ട് പൈസ അനുവദിക്കപ്പെട്ടത് 50 ലക്ഷം രൂപയാണ്. അപ്പൊ അത് അനുവദിപ്പിച്ചു തരാനേറെ സഹായിച്ച് നമുക്ക് മാർഗദർശിയായി മാറിയവരാണ് ഈ സിബി സാർ. ഇവിടെ ഇപ്പൊ ഇരിക്കുന്ന ഒരു കാലം കൂടെ ആയിട്ടൊക്കെ വന്ന് കഷണ്ടിയായിട്ടൊക്കെ ഇരിക്കുന്ന അദ്ദേഹം വളരെ ചുറുചുറുക്കായിരുന്ന കാലത്താണ് ഞാൻ പരിചയപ്പെടുന്നത്. വളരെ അപ്പൊ അദ്ദേഹം പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ എണ്ണം കുറവാണെങ്കിലും ആ വന്നിരിക്കുന്ന ഒരാളിന്റെ മേന്മ ഞാൻ പറയുന്നുണ്ട്. നമുക്ക് ഒരു 2 കോടിക്ക് അടുപ്പിച്ചുള്ള ലോൺ അവിടെ നിന്ന് എടുക്കുന്നതിന്റെ തുടക്കം ഒരു 50 ലക്ഷം രൂപ ആദ്യം അനുവദിക്കുന്നത് സിബി സാറായിരുന്നു. അദ്ദേഹത്തിന് നിർഭാഗ്യവശാൽ ഒരു 6 മാസത്തിനകമൊക്കെ ഒരു ആക്സിഡന്റ് പറ്റി അദ്ദേഹം ജീവിതത്തിനോട് തന്നെ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയത് ഭാഗ്യം. അത് വളരെയധികം നിശ്ചയദാർഢ്യമുണ്ട്. അദ്ദേഹത്തിന് അനങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥ. ആ അവസ്ഥയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് അദ്ദേഹം പിന്നീട് ഓഫീസിലൊക്കെ മനസ്സ് മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കരുത്ത്, അതാ ശിവസൈനികന്റെ കരുത്ത്, ആ ചങ്കുറ്റം അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം ഓഫീസിലൊക്കെ വന്ന് ഇന്ന് ജീവിതത്തിലേക്ക് നടന്നു കയറി ഇവിടെ വന്ന് നമ്മുടെ സാന്നിധ്യമായിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. അപ്പൊ നമ്മള് ഓരോരുത്തരും അങ്ങനെയുള്ള നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകങ്ങളാണ് ഇന്നിവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് എണ്ണത്തിലൊരു കാര്യവുമില്ല. നമ്മൾ ഓരോരുത്തരുടെയും വണ്ണം എന്ന് പറയുന്നത് വളരെ ശക്തമാണെന്ന് ദ്യോതിപ്പിക്കത്തക്ക രീതിയിലുള്ള